ഇത് ഹാഷിം മുഹമ്മദ്, ഡിവൈഎഫ്ഐ പത്തനംതിട്ട അടൂർ ടൗൺ മേഖലാ സെക്രട്ടറി. 2021 SFI അടൂർ ഏരിയ കമ്മിറ്റി വൈസ് പ്രസിഡന്റ്. 2021 മാർച്ചിൽ അടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഹാഷിം മുഹമ്മദ് എത്തുന്നു. ഒരു തർക്കവുമായി ബന്ധപ്പെട്ട് SFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിക്കാനാണ് ഹാഷിം മുഹമ്മദ് എത്തിയത്. അടൂർ സർക്കിൾ ഇൻസ്പെക്ടർ U ബിജു ഹാഷിം മുഹമ്മദിനെ പോലീസ് സ്റ്റേഷനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഹാഷിം മുഹമ്മദിനെ പോലീസ് സ്റ്റേഷനകത്തിട്ട് പോലീസ് മർദ്ദിച്ചു എന്ന് പറഞ്ഞ് സ്റ്റേഷന് മുന്നിൽ SFI ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ U ബിജു തന്നെ തോളിൽ കൈയിട്ട് സ്റ്റേഷനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചുവെന്ന് ഹാഷിം മുഹമ്മദ് പറയുന്നു. എൻ്റെ തോളിൽ കൈയിട്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. അകത്ത് നിന്ന് ഒരു 20ഓളം പോലീസുകാരെ വിളിക്കുകയും എന്നെ അവിടുന്ന് തന്നെ ലോക്ക് ചെയ്തുകൊണ്ട് നെഞ്ചത്തും വയറ്റത്തും ഇടിച്ചുകൊണ്ട് സ്റ്റേഷനകത്തേക്ക് പോയി. വെളിയിൽ നിന്നുള്ള പ്രവർത്തകർ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അകത്ത് നിന്ന് ബാക്കിയുള്ള പരാതിക്കാരെ എല്ലാം പുറത്തിറക്കിയിട്ട് ഗ്രില്ലടയ്ക്കുകയായിരുന്നു. ഗ്രില്ലടച്ചിട്ട് അതിക്രൂരമായിട്ട് എന്നെ അകത്തിട്ട് മർദ്ദിക്കുകയായിരുന്നു. ഹാഷിം മുഹമ്മദ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറെയും പാറാവ് നിന്ന പോലീസുകാരനെയും മർദ്ദിച്ചു എന്ന് പറഞ്ഞ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 14 ദിവസം ഹാഷിം മുഹമ്മദിനെ റിമാൻഡ് ചെയ്തു. ഈ പോലീസിനെയും പാറാവുകാരനെയും മർദ്ദിച്ചു എന്നിരിക്കുന്ന ഞങ്ങൾക്കെതിരെയുള്ള ഒഫൻസ് അതേ പോണക്കത്തെ ആയിരുന്നു അവർ പോലീസുകാർ എഴുതിയിട്ടിരിക്കുന്നത്. അറിയാലോ, പോലീസിന്റെ പേനാത്തുമ്പിലിരിക്കുന്ന കാര്യം. അദ്ദേഹം ഒരു ക്രിമിനൽ വാസനയുള്ള ഒരു പോലീസുകാരനായിരുന്നു. DGPക്കും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും ഹാഷിം മുഹമ്മദ് പരാതി നൽകി. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി മുൻപാകെ പരാതി കൊടുത്തു, നിയമസഭാ പെറ്റീഷൻ ചെയർമാൻ മുൻപാകെ പരാതി കൊടുത്തു, DGPക്ക് പരാതി കൊടുത്തു, കളക്ടറിന് പരാതി കൊടുത്തു, മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തു. എന്നീ തസ്തികകളിൽ പരാതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഹിയറിംഗുകൾ കുറേയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തന്നെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി തുടരാനാണ് ഹാഷിം മുഹമ്മദിന്റെ തീരുമാനം. റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.